ജാതകത്തിൽ വിവാഹയോഗമേ ഇല്ലാത്ത ആളുകളുണ്ടല്ലോ. ഉണ്ട്. അങ്ങനെ വിവാഹയോഗമേ ഇല്ലാത്ത ആളുകളുണ്ടെന്ന് വെച്ചാൽ ഈ തടസ്സങ്ങളായി നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് എന്താണ് ഒരു പരിഹാരമൊക്കെ അപ്പം അത് എന്തുകൊണ്ടാണ് അവർക്ക് ഈ വിവാഹയോഗം ഇല്ലാതിരിക്കുന്നത്? ഒരിക്കലും നമുക്ക് ഇപ്പം ഒരു ജാതകത്തിൽ തന്നെ ഇപ്പം ഒരു ജാതകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രസം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് രാജയോഗം ഉണ്ടാവും, ഈ പറഞ്ഞ പോലെ ഈ അല്പുത്തമാദി യോഗം ഉണ്ടാവും. അല്പുത്തമാദി യോഗം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പൈസ തീരെ കയ്യിൽ നിൽക്കില്ല, പൈസ കയ്യിൽ വന്നൊക്കെ ചിലവായി പോകും. രാജയോഗം എന്താണെന്ന് നമുക്കറിയാലോ, പേരുകൊണ്ട് തന്നെ അറിയാം, വിപരീത സരള രാജയോഗം ഉണ്ട്. അപ്പോൾ ഒരു ജാതകത്തിൽ തന്നെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അപ്പം എന്തുകൊണ്ട് നെഗറ്റീവ് ആക്ടിവേറ്റ് ആവുന്നു? ചില ആൾക്കാർക്ക് നെഗറ്റീവ് ആക്ടിവേറ്റ് ആവില്ല. ഇപ്പം ചില ആൾക്കാർക്ക് ഈ കേമദ്രുമം വിവാഹ തടസ്സത്തിൻ്റെ യോഗം അവിടെ കൽപ്പദ്രുമ യോഗം വന്നിട്ട് ബ്ലോക്ക് ചെയ്യും ഈ യോഗത്തിന്. അത് യോഗം ഭംഗം വന്നിട്ടുണ്ടാവും ജാതകത്തിൽ ഓൾറെഡി. പക്ഷെ എന്നിരുന്നാലും ഇവർക്ക് ഇതേ പ്രശ്നമായിരിക്കും. അപ്പം ജാതകം ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ എന്തായിരിക്കും, വിവാഹ തടസ്സം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാക്കേണ്ട യോഗത്തിനുള്ള പരിഹാരം ജാതകത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും അനുഭവം സെയിം ആണ്. അപ്പം ഇതിനകത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ നമ്മളെ ശരീരത്തിനെ എങ്ങനെ സ്വാധീനിക്കുന്നു മനസ്സിലായോ? ഇപ്പം അവിടുന്ന് ഒരു ലൈറ്റ് ഇങ്ങോട്ട് വരിക എന്ന് വിചാരിച്ചോ. ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട്. ഈ ഗ്ലാസ് എന്ന് പറയുന്ന ഒരു തടസ്സമാണ്. അതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഫിൽറ്റർ എന്തെങ്കിലും ഒട്ടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പം അതിനെ മുറിച്ച് കടക്കാൻ ശക്തമായ ലൈറ്റാണ് ഇങ്ങോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഗ്ലാസ് കൊണ്ട് വലിയ പ്രയോജനമില്ല. ഒന്നുകിൽ നമ്മളിതിൻ്റെ ഗ്ലാസ് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഒരു സംഭവത്തിനെ ബ്ലോക്ക് ചെയ്യണം. അപ്പോൾ അതേപോലെ ഈ ഗ്രഹങ്ങൾ, യോഗങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഗ്രഹങ്ങൾ, നെഗറ്റീവായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഗ്രഹങ്ങൾ പോസിറ്റീവായി വർക്ക് ചെയ്യുന്ന യോഗത്തിനെക്കാട്ടിലും ശക്തമാണെങ്കിൽ, നമ്മൾ അതിൽ സ്വാധീനം കൂടുതലാണെങ്കിൽ കൂടുതലായിട്ട് ഫലിക്കുക ഈ നെഗറ്റീവായിട്ടുള്ളതായിരിക്കും. അപ്പം ഇദ്ദേഹം ചോദിച്ച പോലെ വിവാഹം തീരെ നടക്കില്ല എന്നുള്ള യോഗങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് നടക്കാനുള്ള യോഗം ജാതകത്തിൽ ഉണ്ടാവും. പക്ഷേ ഈ യോഗം എന്ത് ചെയ്യും, മറ്റൊന്നെ തടസ്സപ്പെടുത്തി വെക്കും. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഈ തടസ്സം ഉണ്ടാക്കുന്ന ഗ്രഹങ്ങളെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്ത് വെച്ചാൽ മറ്റത് ആക്ടിവേറ്റ് ആവും. ഇത് തന്നെയാണ് ഇപ്പം നമ്മൾ ഈ എന്താ പറയുക, നമ്മളെ രത്നങ്ങളൊക്കെ ധരിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവിടെ നമുക്ക് ബലഹീനമായിരിക്കുന്ന ഗ്രഹങ്ങളുടെ അതിനെ സ്വാധീനിക്കാവുന്ന രത്നങ്ങളാണ് അതിൽ ധരിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് അത് എഫക്റ്റീവാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ധരിച്ചിരുന്നാലും ഈ യോഗം ജാതകത്തിൽ നിലനിൽക്കെ ഒരു പരിധി വരെ ഇത് വർക്കൗട്ട് ആവുള്ളൂ. നമുക്ക് സ്ഥായി ആയിട്ടുള്ള ഒരു പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പം പണ്ടൊരാൾ ചോദിച്ചിട്ട് വ്യാഴം 12-ലാണ് ജാതകത്തിൽ. അപ്പം ഇത് എവിടെ പോയി നോക്കിയാലും ജാതകത്തിൽ ഈ 12-ൽ വ്യാഴമല്ല, മായ്ച്ചു കളയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതേപോലെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതിനകത്ത് ഇത് എപ്പോഴും ഇതുണ്ടാവും. അപ്പോൾ ഇതുകൊണ്ട് ഇതിന് നമുക്ക് പരിഹാരമാണ് കൃത്യമായിട്ട് വേണ്ടത്. ഇയാളിൽ എത്രത്തോളം ഇത് സ്വാധീനിക്കുന്നുണ്ട്, എത്രത്തോളം ഈ ഗ്രഹങ്ങൾ ഇദ്ദേഹത്തെ സ്വാധീനിക്കുന്നുണ്ട്, അത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലയിൽ സ്വാധീനിക്കും, ഇതെല്ലാം നോക്കിയിട്ട് കൃത്യമായിട്ട് നമുക്കതിന് പരിഹാരം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള കാലയളവിൽ നമ്മുടെ ജാതകം പരിശോധിച്ചുകൊണ്ടിരുന്നാലും നമുക്കിതിനെ, അതായത് പരിശോധിച്ചുകൊണ്ടിരിക്കാൻ, ഒരു തവണ നമ്മൾ ഡെപ്തിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ പറ്റും. ഇന്ന രീതിയിൽ ഇത്ര വയസ്സിൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഇന്ന യോഗങ്ങൾ ഇതൊക്കെ രീതിയിൽ വർക്ക് ചെയ്യാം. ഇതാ ഞാൻ പറഞ്ഞത്, പോസിറ്റീവും നെഗറ്റീവും ജാതകത്തിൽ തന്നെ കാണും. അപ്പം അതിൽ നമുക്ക് ഏതാണ് നമ്മളിൽ എഫക്റ്റ് ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ സൊല്യൂഷനും ഉണ്ട്. അതാ ഞാൻ പറഞ്ഞ, രാജയോഗം ഉണ്ടാവും, ദരിദ്രനായിരിക്കേണ്ട യോഗം ഉണ്ടാവും. അപ്പൊ എന്തുകൊണ്ട് ദരിദ്രനായിരിക്കുന്ന യോഗം വർക്ക് ചെയ്യുന്നു, എന്തുകൊണ്ട് മറ്റത് വർക്ക് ചെയ്യുന്നില്ല, ഇവിടെയാണല്ലോ പ്രശ്നം. അപ്പൊ ആ പ്രശ്നത്തെ മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.